പേടിക്കണ്ട, നമുക്ക് കാശ് വേണം, നമുക്കും ജീവിക്കണം. പോ, ധൈര്യമായിട്ട് വയ്ക്കോ. ഇല്ലടാ, എനിക്ക് വല്ലാതെ പേടിയാവുക. എന്ത് പേടി? എന്തിനാ പേടിക്കുന്നേ? എല്ലാത്തിനും ഒരു തുടക്കം വേണം. അത് ഇന്നാണെന്ന് വിചാരിച്ചു. പോ, നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ജീവിക്കണ്ടേ. ചെല്ല്, ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടല്ല, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും പോയിട്ടില്ല, അതാ പറഞ്ഞ്. ഞാനുണ്ട്, എന്നും നിനക്കായി ഞാനുണ്ട്. ഇത് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയാ, അതോർത്തു. ശരി, ഞാൻ പോവാ. പൊയ്ക്കോ. ഇത്രയേ ഉള്ളൂ. ഇതിനായിരുന്നു ഇത്രയും ബഹളം. ഓട്ടോ ഇതാ പ്രിയ, ഇതിരിക്കട്ടെ. താങ്ക്സ്. ഇനി നോയിക്കോ, Bye. നീ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാം. ആരെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പഠിച്ചുകൊണ്ട് തന്നെ നിനക്ക് പണം ഉണ്ടാക്കാം. പോട്ടെ. ബൈ. ബൈ. അളിയോ, ഒരു ഭയങ്കര കമ്പനി തന്നെ. ശരീരമൊക്കെ പിഴിഞ്ഞെടുത്തടാ അവള്. എന്തൊരു എൻജോയ്മെന്റ് ആയിരുന്നോ. ഹേയ്, ചുമ്മാ ഒന്നുമല്ല. ജോർജ് കുട്ടി എടുക്ക്, ജോർജ് കുട്ടി. ഈ പോക്കറ്റിലായിരുന്നല്ലോ വെച്ചിരുന്നത്, കാണുന്നില്ലല്ലോ. എവിടെ പോയോ? ആ പാൻറ്റിന്റെ പോക്കറ്റ് നോക്കട്ടെ. എന്നാ പിടിക്ക. എന്താടത്? 1000 കുറവാണല്ലോ. ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, അടുത്തവണ മുഴുവനും തന്നേക്കാം. നമ്മുടെ പിള്ളേർക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു പരിപാടി ഇത് മാത്രമായിരുന്നു. ഇതിലും തുടങ്ങിയല്ലേ? ഇവൻ എന്തൊരു ഊടായിപ്പാ, ജീവിക്കാനും സമ്മതിക്കില്ല. നീ നമ്മുടെ ചങ്ങാതിയായി പോയില്ലേ? ഞാനൊരു പാവല്ലടാ. താങ്ക്സ് അളിയ. ഇപ്പൊ കണ്ട ഈ സീനിൽ തന്നെ ഇവനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും. ഇവന്റെ ആവശ്യമെല്ലാം പണം മാത്രം. പണത്തിന് വേണ്ടി ഇവൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ആരെ വേണമെങ്കിലും കൂട്ടിക്കൊടുക്കും. ഇവൻ കാണുന്ന പോലെയല്ല, നല്ല കാശുള്ള പയ്യന്. ഇവന്റെ മുഖം കണ്ട ഒരു പാലുകൂടി മാറാത്ത പയ്യനെ പോലെ തോന്നും. എന്നാ കയ്യിലിരിപ്പാണെങ്കിലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ കാര്യം. കാര്യവും കാരണമൊക്കെ പണം ഉണ്ടെങ്കിലേ നടക്കൂ. കാശ് കൊണ്ടുപോവാ, ഞാൻ വിളിച്ചോണ്ട് പോവാ. ശരി, ഞാൻ കൊണ്ടുവരാം. പക്ഷേ അതിനുപരിക്കൊന്ന് സെലക്ട് ചെയ്യണം. നീ തരുന്ന 2000 രൂപയ്ക്ക് വരുവരെ നിർത്താൻ പറ്റൂടാ. ഇരിക്കി. ആ, ഇത് കൊള്ളാം, ഇത് ഓക്കെ. എടാ, ഇത് തൃഷയാ. എനിക്ക് ഇഷ്ടപ്പെട്ട നടിയാ. അതുകൊണ്ടല്ലേ ഞാൻ പ്രൊഫൈലിൽ തന്നെ ഈ പടം വച്ചിരിക്കുന്നേ. ഇത് മതിയോ നോക്ക്. ഇത് ഇതോ? ഇത് ഇതെങ്ങനുണ്ട്? ശരിക്കും നോക്കടാ. ഇത് ഇതെങ്ങനെ? ഇത് അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ? അത്രേ ഉള്ളടാ. അപ്പോ ഫസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ആ റെഡ് കളർ സാരി, അതെനിക്ക് ഓക്കെയാ. ഇത് നമ്മുടെ ഈശ്വരല്ലേ, ഒരു കുഴപ്പമില്ല. നീ കാശ് കൊണ്ടുപോവാ, ഇപ്പൊ തന്നെ പോവാ. ഇപ്പൊ മനസ്സിലായല്ലോ ഇവൻ ആരാന്ന്. പെണ്ണെന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതിയിട്ടാ മതി, ആൾ അപ്പ വീഴും. ശരിയെന്നാ, ഞാൻ ഈ പണവും കൊണ്ടുവരാം.
എങ്ങനെ ഒപ്പിക്കും? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയോ? എന്താ അനിയ, എന്തേലും പറയാനുണ്ടോ? ഒന്നുമില്ല. അത് പിന്നെ എന്താണെങ്കിലും പറഞ്ഞോളൂ. പിന്നെ പെട്ടെന്നൊരു ആവശ്യമുണ്ട്. ഒരു 2 രൂപയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാ. എന്താ അനിയ, ഇതിനൊക്കെയാണ് ഇത്ര നാണിക്കുന്നേ? ഇന്ന് അനിയ ചോദിച്ച 2 രൂപ. 2 രൂപയെന്ന് വെച്ചാലേ 2000 രൂപയാ. സോറി അനിയ, അച്ഛനോട് ചോദിക്കാതെ ആർക്കും 5 രൂപ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നേ. മോനെ മുതലാളി ഉണ്ടോ? അച്ഛൻ പുറത്ത് പോയിരിക്കെ. നമ്മുടെ മഹേഷല്ലേ ഇത്? മോനെ കുഞ്ഞിലേ കണ്ടതാ, ഇപ്പൊ കണ്ടാ തിരിച്ചറിയാത്ത രീതിയിലായി. നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ലേ? ഞാനാ ചന്ദ്രന മോനെ. കോട്ടയത്ത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന. ഓർമ്മയുണ്ട്. സരസ്വതി, മീനാക്ഷി. സരസ്വതി നിനക്ക് ഓർമ്മയുണ്ടല്ലേ? സരസ്വതിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു മോനെ. മീനാക്ഷിയുടെ കല്യാണം അടുത്തു. അതിന്റെ കാര്യം അച്ഛനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നാ. പിന്നെ അച്ഛന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. വരുമ്പോ ഇത് ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി. എന്താ വെച്ചോ? അതൊന്നും വേണ്ട, വച്ചോളൂന്നേ. ആദ്യം നമുക്ക് പോയി ചായ കുടിക്കാം. ശരി. ചേട്ടനെ കണ്ടത് വല്ലാത്ത സന്തോഷമുണ്ട്. ചേട്ടാ, പിന്നെ ശ്രുതി. അതെ മോനെ, അവളെന്റെ ഇളയ കുട്ടിയാ. അവളുടെ കല്യാണം കഴിഞ്ഞോ? നോക്കിക്കൊണ്ടിരിക്കുക മോനെ. ഓ ശരി, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അച്ഛൻ വരുമ്പോ ഈ പൈസ കൊടുത്തരേ. എന്നാ ഞാൻ വരട്ടെ. ചേട്ടാ, എല്ലാരും ചോദിച്ചെന്ന് പറയണേ. ശരി മോനെ. എന്തായാലും എന്റെ ആവശ്യത്തിനുള്ള പൈസ കിട്ടി. ഇനി എന്തായാലും എന്റെ ആഗ്രഹം തീരെ. എന്താ അനിയ, മുറിവ് പറ്റിയോ? ഒരു ചെറിയ ആക്സിഡന്റാ. 10,000 കൊണ്ട് ഇവൻ കളിക്കാൻ പോയപ്പോ അവന്റെ അച്ഛൻ ഇവനെ പന്ത് കളിച്ചു. അകത്തേക്ക് പോക്കോ, നേഴ്സിനോട് ഞാൻ വരാൻ പറയാം. ഇവിടെയാണോ? അതെ. ഈശ്വര, ഉഗ്രൻ ഉരുപ്പടിയാണല്ലോ. ഒന്നിനും കൊള്ളാത്ത പിള്ളേരെ പോലും ഇവൻ 1.5 ദിവസം നോക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവളോട് ഇനി എന്തൊക്കെയായിരിക്കും? മാഡം, അത് തലയിലൊരു മുറിവ്. ഇരിക്കൂ.
നിങ്ങൾക്ക് പോവാം. അത്രയേ ഉള്ളൂ, ഇഞ്ചക്ഷൻ ഒന്നുമില്ലേ? ഇത്രയേ ഉള്ളൂ? ഇത് മതി. ഇതെങ്ങനെയാ, രാവിലെയാണോ ഉച്ചയ്ക്കാണോ രാത്രിയാണോ? എപ്പ വേദനിക്കുന്നോ അപ്പ കഴിച്ചാൽ മതി. ആഹാരത്തിന് ശേഷമാണോ അതോ അത് കഴിഞ്ഞിട്ടോ? ആഫ്റ്റർ ഫുഡ്. ആഹാരം എങ്ങനെയാ, നോർമലായിട്ട് കഴിച്ചാൽ മതിയല്ലേ? മിസ്റ്റർ, ഈ മുറിവിനൊക്കെ ഹോസ്പിറ്റൽ വന്നത് തന്നെ വലിയ കാര്യം. ഇതിൽ പെയിൻ കില്ലർ അത് ഇതെന്നൊക്കെ ചോദിക്കാം. ഒന്ന് പോയേ സർ, എല്ലാം ശരിയായിക്കോളും. ഓക്കെ, താങ്ക് യു മാഡം. ഇവളാരാ, ഏതാ, എവിടെ നിന്ന് വരുന്നു, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവളെനിക്ക് വേണം. എന്റെ ഓരോ രാത്രികളിലും ഇവളെന്റെ കൂടെ ഉണ്ടാവണം. അത് ഉണ്ടായേ മതിയാവും. നിത്യ, ഒരു മിനിറ്റ്. ഐ ലവ് യു. നിത്യ, പ്ലീസ് നിത്യ. നിത്യ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഒന്ന് മാറിപ്പോയിക്കേ. നമ്മുടെ ജീവിതത്തിൽ എന്നും കാണുന്ന ഒരാൾ തന്നെയവൻ. ഇവന്റെ പേര് രാജേഷ്. BA സെക്കൻഡ് ഇയറാ. ഇവനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ സീൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരു പൂവും കൊണ്ട് പൂവാലിനെ പോലെ കേരളം മുഴുവൻ നടക്കുന്ന പയ്യന്മാരിൽ ഇവനെ ഒരുത്തിന്. ഇവനെപ്പോലെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരു പയ്യനെയും ഇവനെപ്പോലെ ശരീരത്തിൽ മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന പയ്യനെയും പെൺകുട്ടികൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, എന്നാ നമുക്ക് പോവാം. എവിടെ ശാന്തി? 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. അവരിപ്പം വരും ഡോക്ടർ. വന്ന ഉടനെ എന്നെ കാണാൻ പറയൂ. ശരി ഡോക്ടർ. വാവാ, എന്താ ഇത്ര ലേറ്റായേ? ബസ് കിട്ടാൻ കുറച്ച് ലേറ്റായി. ഓ, അല്ല ചേട്ടാ, ഒരു ചെറിയ ഹെൽപ്പ്. പറയൂ. വീട്ടിൽ കുറച്ച് വയറിംഗ് ചെയ്യാനുണ്ട്. പരിചയത്തിൽ ഇലക്ട്രീഷ്യൻ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അടുത്തുള്ള ആരെയും അറിയില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അതിനെന്താ മോളെ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്, അവനോട് ഞാൻ വരാൻ പറയാം. താങ്ക്സ് ചേട്ടാ. എന്തിനാ മോളെ താങ്ക്സ് ഒക്കെ? ഡോക്ടർ നിന്നെ അന്വേഷിച്ചിരുന്നു, അകത്തേക്ക് വെക്കൂ. ഇപ്പൊ പോവാം. ആരാ? ഓ, നിങ്ങളുടെ വീടായിരുന്നോ? ഞാനാണെങ്കിൽ വേറെ ആരെന്നാ വിചാരിച്ചത്. നിങ്ങളാരാ? എന്നെ അറിയില്ലേ? ഇലക്ട്രീഷ്യനെ വേണമെന്ന് ചോദിച്ചായിരുന്നില്ലേ?
ആ ചോദിച്ചിരുന്നു. അത് വരൂ. നിങ്ങളാണോ ഇലക്ട്രീഷ്യൻ? ഹേയ്, ഞാനല്ല, ഇവനാ. എനിക്ക് സ്വന്തമായിട്ട് ചാലയിലൊരു കടയുണ്ട്, MK മെറ്റൽസ്. കേട്ടുണ്ടോ? പിന്നെന്തിനാ നിങ്ങളിവിടെ? അത് പിന്നെ എനിക്കറിയാന്നുള്ളൊരു ഇലക്ട്രീഷ്യൻ കട ഇവിടെ ഉണ്ട്. ഓണറിന്റെ കൂട്ടുകാരന്. അവനെ പറഞ്ഞത് ഇവിടെ എന്തോ ആവശ്യമുണ്ട്, ഒന്ന് വന്ന് നോക്കാൻ വേണ്ടിട്ട്. പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. അതെ അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എന്തോന്ന്? അതല്ല, നാട് മുഴുവൻ പ്രശ്നം, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. എന്താ പ്രശ്നം? ദാ ആ സ്വിച്ച് ബോർഡ് വർക്കാവുന്നില്ല. ഈ സ്വിച്ച് ബോർഡോ? അതെ, അതൊന്ന് മാറ്റണമെന്നാ തോന്നുന്നത്. ഫാനും ശരിക്കും വർക്കാവുന്നില്ല. അത് ശരി, ആ അതെ. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. യോ, നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? അതൊക്കെ അദ്ദേഹം നോക്കിക്കൊള്ളുന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കോ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നാൽ മതി. നിങ്ങൾ പൊയ്ക്കോ. അത് സാരമില്ല, ഞാനിവിടെ നിന്നോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കിക്കൊള്ളാന്നേ. എന്നാ ശരി, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഞാൻ ദാ ഇപ്പൊ വരാം. ദാഹിക്കുന്നുണ്ടോ? തനിക്ക് കുടിക്കാൻ വെള്ളം വേണോ? ഉണ്ടെങ്കിൽ താ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇവൻ ആ പെണ്ണിന്റെ നിന്ന് വാങ്ങും. ഇവന്റെ ആത്മാർത്ഥത കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ, ഇവന്റെ ലവിന് കണക്ഷൻ കൊടുക്കാൻ എന്നെ കിട്ടിയുള്ളൂ. ചായ കുടിക്കുന്നോ? വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങൾ കുടിച്ചോ, ഞങ്ങൾ കുടിച്ചിട്ടാ വന്നത്. എടാ മഹാബാബി, ഒരു കാപ്പി കിട്ടിയത് അതും ഇല്ലാതാക്കി. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? മാഡം, ആ ശരിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഓൺ ചെയ്ത് നോക്ക്. ആ വളരെ താങ്ക്സ്. എത്രയായി? 100 രൂപ. ഏയ്, 50 രൂപയൊക്കെ മതി. ഞാൻ തന്റെ ഓണറിനോട് പറഞ്ഞോളാം. താ 50 രൂപ മാത്രം കൊടുത്താൽ മതിയെന്നേ. ഇവൻ എന്റെ കൈക്ക് പണിയുണ്ടാക്കിയിട്ട് അടങ്ങും. താങ്ക്സ് ഏട്ടാ. ശരി, ഞാൻ ഇറങ്ങുക. ഇതുപോലെ എന്ത് പണിയുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. എന്റെ പേര് ശ്രീ എന്നാ. വേണമെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോ. 9941216115. ഓക്കെ. ഇവിടെ വേറെ ഉണ്ടല്ലോ. ഇവന്റെ ഒരു കോഡ്. അലവലാതി.
ആരാ? ഞാൻ ശ്രീ. ബൈക്കൊന്ന് റിപ്പയറായി, അപ്പോൾ കൈയൊക്കെ ഓയിലായി. അതുകൊണ്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. അകത്തേക്ക് വാ. ദാ അവിടെ വാഷ് ചെയ്തോളൂ. ആ ഓക്കെ. അല്ല, അത് നനഞ്ഞിരിക്കുക. ഞാൻ വേറെ എന്തെങ്കിലും കൊണ്ടുവരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ചായ കോഫി എന്തെങ്കിലും എടുക്കട്ടെ? കോഫി. താങ്ക് യു. കോഫി അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ്. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. കോളൊന്നും കണ്ടില്ല. എന്ത് പറ്റി? ഇല്ല, ഐ എം ഓക്കെ. ഒന്നും ആവശ്യമില്ല. താങ്ക് യു. കേബിൾ ടി വി ഒക്കെ ശരിക്കും വരുന്നുണ്ടോ? എന്താ? ടി വി? ഈ കേബിൾ ടി വിയിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ കൂട്ടുകാരൻ്റെയാ, ഞാൻ അവനോട് പറഞ്ഞേക്കാം. ഓക്കെ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് ചാനലാണ് ഇഷ്ടപ്പെട്ട് കാണുന്നത്? എനിക്ക് VTV, MTV, കപ്പ TV ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തനിക്കോ? എനിക്ക് കുറച്ച് പുറത്തു പോകാനുണ്ട്. എവിടേക്കാ? മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു.
വാസു പ്ലീസ്. ഓ സോറി, ഞാനെന്നാ ഇറങ്ങുക, പിന്നെ കാണാം. അത് പിന്നെ സോറി. അത് പിന്നെ പെട്ടെന്ന് അറിയാതെ സംഭവിച്ചതാ. റോസും കൊടുത്തു, കാർഡും കൊടുത്തു. അടുത്ത് എന്താടാ കൊടുക്കാൻ പോകുന്നേ? എന്റെ ഹൃദയമളിയാ. എവിടെന്ന് വന്നടാ നീ? അവളൊക്കെ ഒരു ഫിഗറാന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടക്കുക. നിനക്കൊന്നും വേറെ പണിയില്ലേ? 10 കാശുണ്ടാക്കാൻ നോക്ക്. അവള് നിന്നെ സ്നേഹിക്കുന്ന പോലും ഇല്ലല്ലോ. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടളിയാ. ട്രൂ ലവ് എന്നും ജയിക്കും. വേണമെങ്കിൽ നോക്കിയോ, അവൾ എന്നെ തീർച്ചയായും തേടി വരും. എടാ, നീ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എന്താ സ്വപ്നാണോ? നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടാ. കിട്ടിയാലേ പഠിക്കൂ.
കോഫി അല്ല, താൻ കുടിക്കുന്നില്ലേ? ഞാൻ കുടിച്ചതാ. എന്നെ കൊന്നാലും കുഴപ്പമില്ല. ഐ ലവ് യു. ഇറങ്ങിപ്പോ. ഐ ലവ് യു. വിവാഹം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം പോലും ആയില്ല. അദ്ദേഹം എൻ്റെ കൂടെ സന്തോഷമായിട്ടല്ലായിരുന്നു. എന്നെ സന്തോഷപ്പെടുത്തിയിട്ടുമില്ല. അതിനൊക്കെ കാരണം എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നീടാ ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഒരാണല്ല. അത് മാത്രമല്ല, അദ്ദേഹം ഒരു മനുഷ്യനുമല്ല. അദ്ദേഹം കുറച്ചായിട്ട് എന്നെ സംശയിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരും, എന്നെ നശിപ്പിക്കാൻ നോക്കി. ഇതിനൊക്കെ കാരണം എൻ്റെ ഭർത്താവ് എന്ന ആ മനുഷ്യൻ തന്നെയായിരുന്നു. എന്നെ തെറ്റുകാരിയായി മാറ്റാൻ അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. ഇളയമ്മ മാത്രമേ ഉള്ളൂ. അവർക്കാണെങ്കിലോ എന്നും ഞാനൊരു ഭാരം മാത്രം. പുറത്തു
പുറത്തു പറഞ്ഞ് കരയാൻ പോലും സാധിക്കില്ല. കുറച്ചായിട്ട് എനിക്ക് തന്നെ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. 2 കൊല്ലം ഞാൻ മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാ നിങ്ങളിപ്പോ കാണുന്ന എന്നെ എനിക്ക് തന്നെ പരിചയപ്പെടുത്തിയത്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഐ ലവ് യു. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. നിത്യ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാ. നീ എനിക്ക് ജീവനെ പോലെയാ. ഈ സ്നേഹം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? പ്ലീസ് എന്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അളി അത് അങ്ങോട്ട് നോക്കിയ ആരാടാ അത്? പറ, ഞാൻ എന്ത് ചെയ്താൽ നിനക്ക് എന്നോട് സ്നേഹം തോന്നും? നമ്മുടെ സ്ഥലത്ത് നിന്നാണല്ലോ അവന്റെ കളി. എന്നെ നീ സ്നേഹിക്കണം നിത്യ. ഓ, മതി, ഒന്ന് നിർത്തിക്കേ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ സ്നേഹിക്കാനും പറ്റില്ല. എന്നെ ഇനി ഡിസ്റ്റർബ് ചെയ്യരുത്. വട പോയി നോക്കാം. ഇവന്റെ തലമണ്ട ഞാൻ എറിഞ്ഞു പൊട്ടി. വേണ്ട വേണ്ട, ഇന്നലെ പുറത്തിറങ്ങിയല്ലേ ഉള്ളൂ. ഇവനെ ഞാൻ വെറുതെ വിടില്ലളിയാ. നമുക്കൊരു പണി കൊടുക്കാളിയാ. നീ വാ. നീ ഏതടാ? നീ എവിടുന്നാ വരുന്നത്? ഞങ്ങളുടെ സ്ഥലത്തൊരു പെണ്ണിനെയാണോ നീ കളിയാക്കുന്നത്? ഇവനെന്താ കാത് കേൾക്കില്ലേ? നീ എന്താ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഇവിടെ കണ്ടുപോരുത്. പോടാ, പോകാനല്ലേ പറഞ്ഞത്? പോ, സ്ഥലം കാലിയാക്ക്. പോടാ നോക്കി പേടിപ്പിക്കാതാ. പോടാ. ഇവ 2 എണ്ണം വാങ്ങിച്ചിട്ട് പോളെന്ന് തോന്നുന്നു. പോട്ടെ, വാ. വെറുതെ വിടരുതവനെ. വേണ്ട, വാ. നീ പറയുന്നോണ്ട് ഞാൻ വെറുതെ വിടുന്നു. ഇല്ലല്ലോ, അവന്റെ പണി ഞാൻ തീർത്താനെ. നാളെ സൺഡേ അല്ലേ? തനിക്ക് ഓഫല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പുറത്തു പോയാലോ? ഇല്ല, ഞാൻ വരുന്നില്ല. പ്ലീസ്, എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന്. ഞാൻ ഒരു തെറ്റ് ചെയ്യില്ല. ഇല്ല, എനിക്ക് ഒരുപാട് പണിയുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ. എന്നാ പോയാലോ? എന്താ പറഞ്ഞേ? എന്നാ പോയാലോന്നാ ചോദിച്ചത്. ഓക്കെ, എവിടെ വേണമെങ്കിൽ പോ. എല്ലാം തന്റെ ഇഷ്ടം. ബ്യൂട്ടിഫുൾ. സത്യമായിട്ടാണോ പറയുന്നത്? ഞാൻ സത്യമായിട്ട് പറയാ. നന്നായിട്ടുണ്ട്. ഒരുപാടാണ് പൊക്കല്ലേ? ഞാനെന്തിനാ കള്ളം പറയുന്നത്? ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. ഇപ്പൊ കണ്ട ഒരു ദേവതയെ പോലെ ഉണ്ട്. തന്നെ ഇപ്പൊ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ചുമ്മാ കള്ളം പറഞ്ഞ് സൂചിപ്പിക്കില്ലേ? എന്തായാലും അത് മനസ്സിലായല്ലോ. എന്ത്? അല്ല, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. വണ്ടി എടുക്ക്, നമുക്ക് പോവാം. ആ, ഓക്കെ. ശാന്തിയുടെ കൂടെ പുറത്തു പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അതെന്തായാലും സാധിച്ചു. വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി കുലുങ്ങിയപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ മൂടളവിയതും
അവളെ പതുക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്നെന്തായാലും കാര്യം നടത്തണം. ഒന്ന് പോകുന്നുണ്ടോ? പോവാൻ. ഡാ, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചേ? നല്ല കാര്യം, ആ ഏരിയയിലുള്ള ആൾക്കാർ എന്നെ അറിയുന്നതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടെ. ഇല്ല, നിന്റെ പണി തീർത്തനെ. ഓ, നീ അവളുടെ പുറകെ നടക്കുന്ന നിർത്തടാ. അവളെ മറന്നുകളാ. മറക്കാനോ? ഞാൻ അവളെ സ്നേഹിക്കാടാ. നിനക്കാതൊന്നും മനസ്സിലാവില്ലടാ. ശരി, എനിക്ക് മനസ്സിലാവില്ല, ഓക്കെ. പക്ഷെ അവൾക്ക് നിന്റെ ലവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. സമയമാകുമ്പോൾ അവള് മനസ്സിലായിക്കോളും. ഹായ്.
ഏയ് നിത്യ നിൽക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം പ്ലീസ്. നിത്യ, നീ എന്താ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തെ? ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? കയ്യൊന്ന് വിടറാ. നോക്ക് നിത്യ, ഞാൻ വെറും ഒരു പൂവാലനല്ല, നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാ. വിടാനാ പറഞ്ഞത്. നിത്യ, ഞാൻ പറയുന്നത് മുഴുവനും നീ കേക്ക്. ഐ ലവ് യു. നാശം പിടിച്ചവൻ. ഇഡിയറ്റ്. ഐ ലവ് യു. ഐ ടു ലവ് യു. അറിയാം, നീ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു. അറിയായിരുന്നോ? എങ്ങനെ? ഞാനന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ അകത്ത് പോയില്ലേ, ആ. ഇലക്ട്രീഷ്യൻ വന്ന കാര്യം സുരേഷ് ചേട്ടന് പറയാൻ ഫോൺ ചെയ്തു. അപ്പോഴേ ചേട്ടൻ എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? സോറി മോളെ, ഇലക്ട്രീഷ്യന്റെ അടുത്ത് ഞാൻ പറയാൻ മറന്നു എന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെന്തിനാ സംഭവിച്ചത്? അതെനിക്കറിയില്ല. ഈ കാര്യം എനിക്ക് ഇത്രയും കാലം അറിയാതെ പോയല്ലോ. എന്ത്? എന്താന്നോ, എന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായോണ്ടല്ലേ? വിട്, ഹോസ്പിറ്റലിൽ പോയ സമയായി. പ്ലീസ് പ്ലീസ്, ഇന്ന് പോണ്ടനെ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഇരിക്കാമല്ലോ, എന്നാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേക്കാം. പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കാം. കുറച്ചു പോലും ചാൻസ് അല്ലേ? നോ ചാൻസ്. നിത്യ പ്ലീസ് ഒന്ന് നിൽക്ക്. ഞാൻ ചെയ്തത് മുഴുവനും തെറ്റാ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നിത്യ പ്ലീസ്.
ഏയ് ഒന്ന് പാര്. ശ്ശെ. വിട്. ശ്ശോ. ഉം. Mm? Mm.
നിത്യ, ഡാ, കല്ലൂരില് ആർട്ട് ഗാലറി ഉണ്ടെന്ന്, നമുക്ക് പോയാലോ? കല്ലൂരിലേക്കോ? എന്താ, പെയിന്റിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ടാവും. എന്താ, നിനക്ക് പെയിന്റിംഗ് ഇഷ്ടമല്ലേ? ഓ, ഇനി ഇവളെയും കൊണ്ട് കല്ലൂരിലൊക്കെ കറങ്ങുകയെന്ന് വെച്ചാ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. ഡാ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. ഏയ്, നീ എന്താ ഒന്നുമില്ല. ആലോചിക്കുന്നത്? ഞാൻ ചുമ്മാ എന്നാ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് റെഡിയാവാം. നീ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്തേ. ഡാളിയ, അവളെ മറന്നേക്ക്, വിട്ടേക്ക്. അവളെ നിനക്ക് ഒരിക്കലും ചേരില്ലടാ. ഡാ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ. ഇതൊക്കെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ നോക്ക്. ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല. എന്താ, ഇനിയും ലവ് ലെറ്റർ ആണോ? നിന്നെ ഒന്നും തിരുത്താൻ പറ്റില്ലടാ. എന്ത് മഷിയാടാ ഇത്? ഭ്രാന്ത, നിനക്കെന്താ വേദനിക്കുന്നില്ലേ? അവൾ തന്ന വേദനയെക്കാളും ഇതൊന്നും വലുതല്ലടാ. இங்க சிறப்பு விருந்தினராக வந்திருக்கும் കേരള വർമ്മക്കല അറിയോ? അറിയാമോ? ഡാ, ഇന്നലെ നീ എന്റെ കൂടെ വരേണ്ടതായിരുന്നു. നാഷണൽ, ഇന്റർനാഷണൽ, ഇങ്ങനെ ബെസ്റ്റ് പ്രൈസ് എല്ലാം ആ ഷോയിലുണ്ടായിരുന്നു. എന്താ തിരക്കെന്നറിയോ? ഞാൻ 2-3 സെലക്ട് ചെയ്തു. ഇന്നത് ഡെലിവറി ചെയ്യും. ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ, നീ എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല, പറ. എല്ലാവരും പറഞ്ഞത് ആ പെയിന്റിംഗ് മുഴുവനും ലവ് ആണെന്നാ. എന്നാ ഞാനതിൽ കണ്ടത് നിന്നെ മാത്രമായിരുന്നു. എന്താന്നറിയില്ല, എനിക്കെപ്പോഴും നിന്റെ കൂടെ ഇരുന്നാ മതി. സോറി, വല്ലാത്തൊരു തലവേദന. लेकिन हमारा जो कोशिश का दाम Happy birthday. Sales fashion. மன்னா, மாமன்னா, நீ ஒரு மாமா மன்னா. பூமாரி தேன்மாரி, நான் பொழியும், நீ ஒரு முள்ளமாரி. നിത്യ, അവസാനമായി ഈ ലെറ്റർ ഒന്ന് വായിച്ചു നോക്ക് പ്ലീസ്. നിത്യ, എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? എത്ര തവണ നിന്നോട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇതാ, ഇതെന്താ ലവ് ലെറ്റർ ആണോ? നിന്റെ ലവ് ലെറ്റർ വായിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല.
ഗെറ്റ് ലോസ്റ്റ്. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ വൃത്തിയാക്കിയത്. എല്ലാം നീ നശിപ്പിച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടേ? സുഖു, എങ്ങോട്ട് പോണ? വീട്ടിൽ പോണം, സമയമായി. നിക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കണം. സോറി, സമയമായി. ലേറ്റായിട്ട് വീട്ടിൽ പോയാൽ അച്ഛൻ ഒരുപാട് വഴക്ക് പറയും. ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇവന് ഇനി എന്താ ചെയ്യാ? ഇങ്ങനെ ചെയ്താലേ ഇനി ശരിയാവുള്ളൂ. നീ എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എനിക്ക് നിന്നെ മതിയാക്ക്. എന്നെ ഇങ്ങനെ കൊല്ലരുത്. ഇത് വല്ലാത്ത ശല്യം തന്നെയാ. ശരി, ഞാൻ നിന്നെ സ്നേഹിക്കാം. പക്ഷേ 2 മാസം നീ എന്നെ കാണാൻ പാടില്ല. ഞാനും നിന്നെ 2 മാസം കാണാൻ പാടില്ല. നീ എന്നെ നോക്കാനേ വരരുത്. ഈ 2 മാസത്തിൽ നീ എന്നെ മറന്നില്ലെങ്കിൽ അന്നേരം ഞാൻ നിന്നെ സ്നേഹിക്കാം. ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല. നമ്മുടെ പ്രേമം സക്സസ് ആവും. അതാദ്യം തെളിയിക്ക്. അയ്യോ, ഇവനെന്താ വട്ടു പിടിച്ചോ? മോശം, ഇതോടെ ശല്യം തീർന്നു. ആരോ എന്നെക്കുറിച്ച് മാത്രം ആലോചിക്കാൻ തോന്നുന്നു. ഒന്ന് വിട്, എനിക്ക് തലവേദനിക്കുന്നു.
അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടാ മതി പ്ലീസ്. ഓക്കേ ഓക്കേ, ഇപ്പൊ നോക്കൂ, നിന്റെ തലവേദനയൊക്കെ പറന്നു പോവും. നോക്ക, നീ എന്താ വിചാരിച്ചിരിക്കുന്ന? എനിക്ക് ഫീലിങ്സ് ഉണ്ട്. നിന്റെ കൂടെ ഫസ്റ്റ് ടൈം അതെനിക്ക് തെറ്റായി തോന്നിയില്ല. വി മെയ്ഡ് ലവ് എന്നാ വിചാരിച്ച. എന്നാ നീ എന്നെ ഒരു ബിച്ചായിട്ടല്ലേ കാണുന്നത്? ഇപ്പൊ വിചാരിച്ച പോലും എനിക്ക് വൃത്തിയിടാ തോന്നുന്നത്. എന്നെ കാണാൻ തന്നെ എനിക്ക് വെറുപ്പാ. എന്നെ നിനക്കിപ്പൊ മടുത്തു അല്ലേ? നീ എന്റെ അടുത്ത് വരുന്നത് അതിന് മാത്രമല്ലേ? ഞാൻ അതിന് മാത്രമുള്ളതല്ല. ഇപ്പൊ എനിക്ക് നിന്നെ കാണുന്നത് പോലെ ഇഷ്ടമല്ല. ആദ്യം പുറത്തു പോ. ഇനി എന്റെ മുമ്പ് വന്നു പോവരുത്. ശരി, ഓക്കെ, എല്ലാം വിട്ടേക്ക്. അവസാനമായിട്ട് ഒറ്റ പ്രാവശ്യം നീ എന്റെ കൂടെ ഒന്ന് കിടക്ക്. എടി, എന്താടി കുറെ ഓവർ ആവുന്നുണ്ടല്ലോ. കൈവിട്. സുഖം വേദനിക്കുന്നു. കൈവിടാൻ. വേദനിക്കുന്നു. വിട്. പോവാടി. നീ ഇല്ലെങ്കിൽ ഞാനങ്ങ് ചത്തുവെന്ന് വിചാരിച്ചോ? നീ ഫ്രീ ആണെങ്കിലേ വെളിയിൽ കാശ് പോടി. അയ്യോ, ഇതവനാണല്ലോ. ഹായ് നിത്യ. അല്ല, നീ ഓ, ഈ പൊണ്ടാരം പിന്നെയും വന്നിരിക്കുകയാണല്ലോ. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്താ പറഞ്ഞേ? അല്ല, നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചേ. എന്താ എന്താ അങ്ങനെ വിചാരിച്ചേ? കുറച്ചു ദിവസം നീ എന്നെ കാണാതിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ട് അവളുടെ പുറകെ കറങ്ങുന്ന ഞാൻ വിചാരിച്ചത്. ഇനി എന്നെ കൊണ്ട് നുണ പറയാൻ പറ്റില്ല. ഞാൻ നിന്നെ ലവ് ചെയ്യുന്നില്ല. എനിക്കതിന് കഴിയുകയില്ല. നിന്റെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നീ 2 മാസം കൊണ്ട് എന്നെ മറക്കുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷേ നീ ഇത്രയ്ക്ക് ചീപ്പാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്റെ മനസ്സ് നിനക്കറിയാൻ കഴിഞ്ഞില്ല. ഇതിനെന്തെങ്കിലും ഒരിക്കൽ നീ അനുഭവിക്കും. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നീ അന്ന് മനസ്സിലാക്കും. അപ്പോഴേ ആ വേദന നിനക്കറിയാൻ കഴിയൂ. ഇതുപോലെ ഒരുത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. അടുത്ത ആഴ്ച എന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുക. ദയവ് ചെയ്ത് നീ എന്നെ മറന്നേക്ക.
നല്ലവനല്ലാത്ത ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാഴ്ന്നു. ഇവന്റെ യഥാർത്ഥ സ്നേഹം ഒരു പെൺകുട്ടി മനസ്സിലാക്കാത്തതുകൊണ്ട് ഇവന്റെ ജീവിതം തകിടം മറിഞ്ഞു. ഹലോ സാർ, ഞാൻ മുരളിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിൽ തന്നെയാ? ആ അതെ. ആ ഓക്കെ സാർ. ആ നിങ്ങളൊന്ന് പേടിക്കാതെ, ആ ഡീലിങ് ഞാൻ നോക്കിക്കോളാം, വിട്ടേക്ക്. ആ നിങ്ങൾ ഫോൺ വെച്ചോ. ആ എന്താ മുരളി, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു സാറേ. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഞാനൊരു പെണ്ണിന്റെ കാര്യം ചോദിച്ചിരുന്നില്ലേ, എന്തായി? പറഞ്ഞ് ശരിയാക്കിയോ? ആ എല്ലാം റെഡിയായി സാറേ. ഇതാ നോക്കി. ഛേ. ആ. ഉം ഹും. ഹും. ഓ എന്താ മുരളി, എന്റെ ടേസ്റ്റിനെ പറ്റി നിനക്ക് അറിയില്ലേ? ഇങ്ങോട്ട് നോക്ക്, ഇതിനെയൊക്കെ എന്തിനു കൊള്ളാം? സാർ ഇതൊന്ന് നോക്കിയേ സാർ, ഇതൊരു പുതിയ ഐറ്റമാ. നല്ല ഉഗ്രം കമ്പനിയാ. വേറൊന്നും കിട്ടിയില്ല മുരളി? നല്ല നമ്മുടെ നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങളെ പോലെ നല്ല ശാലീന സുന്ദരി, അതുപോലത്തെ വരികയാണെങ്കിൽ പറ. ഓക്കെ സാർ. മുരളി, ആ കുട്ടി ഏതാ? അടിപൊളി പീസാണല്ലോ. സാറേ ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. ഓ സോറി മുരളി. ഓക്കെ ഓക്കെ. ഞാൻ അറിയാതെ. ആ ഓക്കെ. സാറേ, സാർ ആഗ്രഹിച്ചതല്ലേ, എൻജോയ് ചെയ്തേക്കെ. മുരളി, നീ പറയുന്നത് സത്യമാണോ? സാറേ, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു യൂസല്ല, പല യൂസ് ഉണ്ടോയെന്ന് നോക്കും. ഇനി അവളെ ഒന്നും നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമല്ലോ. എന്താ ഒരു മാർഗം?